ഹലോ, അപ്പം ഞാൻ പാർട്ട് 2 ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുന്നേ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ഡെക്കാത്തലോൺ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിയോ? നമ്മൾ ഹൈലൈറ്റ് മാളിക്കാണ് കേട്ടോ പോയത്. പോണ വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളൊരു കാർ കത്തി കിടക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളത്തെ ആൾക്ക് എന്തെങ്കിലും പറ്റിയണമെന്ന് അറിയില്ല. ഞാൻ ഇന്ന് വാർത്തൊന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, അതിനെക്കുറിച്ചുള്ള വാർത്തൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അവിടുത്തെ ഒരാൾ എന്നെ നോക്കി ഭയങ്കര ചിരി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാവൂലേ. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പാസ്സൊക്കെ മേടിച്ച് അങ്ങനെ ഉള്ളിൽ കയറുന്നതിനെക്കാട്ടി മുന്നേ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയോണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കണ്ട വിചാരിച്ചു. അപ്പോൾ ഞാനൊരു അവിൽ മിൽക്ക്, കുട്ടനെ ലെയിം, പിന്നെ ക്ലബ് സാൻഡ്വിച്ചാട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഷോപ്പിൻ്റെ ഉള്ളിൽ കയറാൻ റെഡി ആയിട്ടോ. നമ്മൾ പിന്നെ ഇവിടുന്ന് ഒന്നും ഷോപ്പ് ചെയ്യാനല്ല വന്നേക്കുന്നത്, ജസ്റ്റ് ഒന്ന് കയറാൻ മാത്രം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡെക്കാത്തലോൺ പോയപ്പോൾ ബാക്കി ടൈം ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കണ്ണന് കെട്ടിക്കോട്ടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കയറിയെന്ന് മാത്രം കേട്ടോ. ഇതൊരു കുട്ടികളെ കട കേട്ടോ. ഇതിന് മുന്നേ ഒരു ജെൻസിൻ്റെ കടയിൽ കയറി കുട്ടനെ ഒരു പാൻറ്റിൻ്റെ വില ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ നെട്ടിപ്പോയി കാശ്. എന്താണെന്ന് വെച്ചാൽ 9,000 രൂപ ഒരു പാൻറ്റിന്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വിലേൻ്റെ ഒരു പാൻറ്റ് ഇതിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഞാൻ ഹൈലൈറ്റ് മാളിൽ ഇതിൻ്റെ മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഒരു ഷോപ്പ് കയറിയിട്ടും ഇതുവരെ വില ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാവും ഞാൻ നെട്ടാൻ കാരണം. അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്നാണ്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ആ ഇച്ചാപ്പ് ഇതുവരെ കാണാത്ത ഏതോ ഒരു താത്താൻ്റെ ഒക്കത്തും കയറിയിരിക്കുന്നുണ്ട്. ഓന് ഇഷ്ടപ്പെട്ട ഓൻ ഒക്കത്ത് കയറും, അത് അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ താത്താനോട്. അവിടെ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെയിൻറ്റിൻ്റെ വില ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് വേറൊരു ഷോപ്പ് കയറാനുള്ളൊരു മതിപ്പങ്ങണ്ട് ഇല്ലാണ്ടായി എന്ന് പറയട്ടാ. അങ്ങനെ ഞങ്ങളിത് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നേരെ എത്തിയത് എവിടെയെന്നറിയോ? എയർ ഗണ്ണിൻ്റെ അവിടെ കേട്ടോ. എയർ ഗണ്ണ് കണ്ടാൽ പിന്നെ കുട്ടനെ ട്രൈ ചെയ്യാതെ വരില്ല. കുട്ടന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണത്. അങ്ങനെ കുട്ടൻ ട്രൈ ചെയ്തു. 100 റുപ്പീസാണ് കുട്ടനത് കിട്ടി. ഒരു പാസ് കിട്ടി. അതിൻ്റെ ഉപകാരം ഇച്ചാപ്പുനാണ്. അതിൻ്റെ കേടാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അങ്ങനെ കുട്ടൻ പറഞ്ഞ പോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറേ ബലൂണൊക്കെ ഞാൻ പൊട്ടിച്ചു. പക്ഷെ അതിന് ഒരു പാസും കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ വലിയ ബലൂണല്ല, നമ്മൾ ചെറിയ ബലൂണാണ് പൊട്ടിക്കുന്നത്. എന്നാലേ നമുക്ക് പാസ് കിട്ടുള്ളൂ. അതിൽ 8 6 നമ്മൾ പൊട്ടിക്കണം കേട്ടോ. അങ്ങനെ ആ കുട്ടന് കിട്ടിയ പാസിൻ്റെ ഉപകാരമാണ് ആ വരുന്നത്. അവിടെ പോയി ആ വണ്ടി കയറിപ്പോൾ ഇച്ചാപ്പിന് എന്നില്ലാത്തൊരു കേടാ. എന്താന്ന് വെച്ചാൽ ഇവിടെയുണ്ട് അതേപോലത്തെ ഒരു വണ്ടി കിടക്കണ്. പക്ഷെ അത് തിരിഞ്ഞു പോലും നോക്കൂല ആള്. നമ്മളെ കുട്ട എന്താ പറയണ അറിയോ? വണ്ടി ഓഫാക്കേണ്ട ആളെന്ന്. എന്താന്ന് വെച്ചാൽ ഓനറിയാം എങ്ങനെ ഓഫാക്കുക ഓണാക്കാന്നൊക്കെ. അങ്ങനെ നേരെ ആ വണ്ടി നിർത്തി. അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള വണ്ടി നമുക്ക് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി. ഇതിനും ആ പാസ് തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 100 റുപ്പീസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ആ പാസ് കിട്ടിയോണ്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. എന്നിട്ട് വണ്ടിയൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ നേരെ അവിടെ ഇറങ്ങിട്ടോ. പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിൽ പോയി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ല.